Hi friends, welcome to Garam Masala, the magic spices of cooking. ഫിഷ് പിക്കിൾ. ഇന്ന് നമുക്ക് ഫിഷ് പിക്കിൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. തിക്ക് ഗ്രേവിയോട് കൂടിയ ഒരു പിക്കിളാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്. ഇതിനു വേണ്ട ചേരുവകൾ: ഫിഷ് 1 കിലോ, മാരിനേറ്റ് ചെയ്യാൻ വേണ്ട ചേരുവകൾ: മുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ്. പിക്കിൾ തയ്യാറാക്കാൻ വേണ്ട ചേരുവകൾ: ഇഞ്ചി ക്രഷ് ചെയ്തത് 1/4 കപ്പ്, വെളുത്തുള്ളി ക്രഷ് ചെയ്തത് 1/4 കപ്പ്, എള്ളെണ്ണ 1/2 കപ്പ്, വിനാഗിരി 1 മുതൽ 1.5 കപ്പ് വരെ, മുളക് പൊടി 6 ടേബിൾ സ്പൂൺ, ഹോം മെയ്ഡ് പിക്കിൾ പൗഡർ 6 ടേബിൾ സ്പൂൺ, പുളിവെള്ളം 50 ഗ്രാം പുളിയുടേത്, കടുക് 1 ടേബിൾ സ്പൂൺ, കറിവേപ്പില, ഉപ്പ്. ആദ്യം നമുക്ക് ഫിഷിനെ മാരിനേറ്റ് ചെയ്യാം. ചെറുതായി മുറിച്ച് വെച്ചിട്ടുള്ള ഫിഷിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ദശക്കട്ടിയുള്ള മീനാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മീനിനെ ചെറിയ പീസാക്കിയാണ് മുറിച്ചെടുക്കേണ്ടത്. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇതിനെ 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലോട്ട് ഓരോ പീസായി ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. എള്ളെണ്ണ പറ്റാത്തവർക്ക് സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ എല്ലാം ഉപയോഗിക്കാം. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ഫിഷ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള പീസുകൾ കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് പീസസ് ആണിത്. ഇനി നമുക്ക് പിക്കിൾ തയ്യാറാക്കാം. ബാക്കിയുള്ള എണ്ണയിലോട്ട് നമുക്ക് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് കറിവേപ്പില ചേർക്കാം. അടുത്തതായി ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി ഇവ കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കാം. ഇഞ്ചിയിലെയും വെളുത്തുള്ളിയിലെയും എല്ലാം വെള്ളം വറ്റി വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ മുളക് പൊടിയെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിന്റെ റോസ്മെൽ പോകുന്നത് വരെ നമുക്ക് വഴറ്റാം. ഇനി ഇതിലോട്ട് നമുക്ക് പിക്കിൾ പൗഡർ ചേർക്കാം. ഞാനിവിടെ ഹോം മെയ്ഡ് പിക്കിൾ പൗഡറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. മുളക് പൊടിയുടെയും പിക്കിൾ പൗഡറിന്റെയും റോസ്മെൽ പോകുന്നത് വരെ നമുക്കിതിനെ വഴറ്റാം. ഇനി ഇതിലോട്ട് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പുളിവെള്ളം വറ്റി വരുന്നത് വരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. കഴിയുന്നത്ര വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പുളിവെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വിനാഗിരി ചേർക്കാം. 1 മുതൽ 1.5 കപ്പ് വരെ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം. നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. വിനാഗിരി ചേർത്തതിന് ശേഷം ചെറുതായി ഒന്ന് തിളച്ച് വന്നാൽ മതി. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിനെ തണുപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി തണുത്തു വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ടുമുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് പീസസ് ചേർക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ പിക്കിളിനെ നമുക്ക് 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എട്ട് മണിക്കൂറിന് ശേഷം നമുക്ക് ഈ പിക്കിളിലെ വിനാഗിരി, ഉപ്പ്, മുളക് പൊടി, പിക്കിൾ പൗഡർ ഇവയെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. കുറവുണ്ട് എങ്കിൽ ഈ സമയത്ത് നമുക്കിതിനെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മുടെ ഡെലീഷ്യസ് ഹോം മെയ്ഡ് ഫിഷ് പിക്കിൾ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ 2 ദിവസത്തിന് ശേഷം ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ ഇതിനെ 2 മാസത്തോളം സൂക്ഷിക്കാം. താങ്ക് യു.